കറി കാർട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ മുളകിട്ടതാണ്. ഇത് ബാച്ചിലേഴ്സിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. പാൻ ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 വെളുത്തുള്ളിയുടെയും പച്ച മണമൊന്ന് മാറുമ്പോൾ പച്ചമുളക് ചതച്ചത് ചേർക്കണം. 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടി, ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ആ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മുളക് പൊടി. പിരിയൻ മുളക് പൊടിക്ക് എരിവ് കുറവാണ്, സാധാ മുളക് പൊടിക്ക് കുറച്ചുകൂടെ എരിവ് കാണും. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചിക്കൻ ചേർക്കാം. ചിക്കൻ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ച 1/2 കിലോ ചിക്കനാണ്. ചിക്കൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ മുളകിട്ടതിന് നമ്മൾ സവാള ചേർക്കുന്നില്ല, തക്കാളി ചേർക്കുന്നില്ല. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിരിയൻ മുളക് പൊടിയും 3 പൊടികൾ മാത്രം ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ടേ ഉപ്പ് ചേർക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ ആവശ്യം അനുസരിച്ച് ഉള്ള ഉപ്പ് ചേർക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 5 മിനിറ്റ് കൂടി അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ചേർക്കാം. ചതച്ച മുളക് ഇടുന്നത് നിർബന്ധമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ചുകൂടി ഉപ്പിട്ടു. എപ്പോഴും നമ്മുടെ അളവ് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കണം. പിന്നെ ഈ ചിക്കൻ മുളകിട്ടതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി വേണമെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാം, പക്ഷേ ചിക്കൻ മുളകിട്ടതിൽ സാധാരണ മല്ലിപ്പൊടി ചേർക്കാറില്ല. ചിക്കൻ മുളകിട്ടത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.